ഉക്രൈനിലേക്ക് റഷ്യയുടെ മാരകമായ ആക്രമണം. കഴിഞ്ഞ 1.5 വർഷക്കാലത്തെ യുദ്ധത്തിനിടയിൽ ഏറ്റവും മാരകമായ ആക്രമണമാണ് ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും റഷ്യ നടത്തിയിരിക്കുന്നത്. റഷ്യയുടെ 100 കണക്കിന് ഫൈറ്റർ ജെറ്റുകൾ ഉക്രൈൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കീവിലെ ഊർജ പ്ലാന്റുകളിലും അതുപോലെ ആയുധ കേന്ദ്രങ്ങളിലുമടക്കം സൈനിക ക്യാമ്പിലുമടക്കം ബോംബിട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. കീവിലേക്ക് റഷ്യ നടത്തിയത് ആണവാക്രമണമാണോ എന്ന സംശയം പോലും ലോകത്തുയരുകയാണ്. റഷ്യയുടെ ഈ നടപടിക്കെതിരെ യൂറോപ്പിലാകെ, ലോകത്താകെ പ്രതിഷേധമുയരുന്നു. 1500ഓളം ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്. ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിന് സമീപത്തുള്ള സൈനിക ക്യാമ്പിന് നേരെയായിരുന്നു റഷ്യയുടെ ആക്രമണം. റഷ്യയുടെ മിഗ് ഫൈറ്റർ ജെറ്റുകളാണ്, 100 കണക്കിന് ഫൈറ്റർ ജെറ്റുകളാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്തത് എന്ന വിവരമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത്. കഴിഞ്ഞ എത്രയോ കാലങ്ങളായി, കഴിഞ്ഞ 1 വർഷത്തിലധികമായി ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുകയാണ്. പലപ്പോഴും ഉക്രൈൻ്റെ ആക്രമണം റഷ്യയിലേക്ക് ഉണ്ടാകുന്നു, റഷ്യ പ്രത്യാക്രമണം നടത്തുന്നു. ഒരു ഘട്ടത്തിൽ ഉക്രൈൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ പതറിപ്പോയ റഷ്യ ആണവായുധ ഭീഷണി മുഴക്കി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പിന്നാലെ റഷ്യ തങ്ങളുടെ ആണവ നയം പരിഷ്കരിച്ചുകൊണ്ട് പ്രഖ്യാപനവും നടത്തിയിരുന്നു. എന്നാൽ ഒരു ആണവ യുദ്ധം ഉണ്ടാകില്ല എന്ന സമാധാനം തന്നെയായിരുന്നു ലോകത്തിനുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ കീവിലേക്ക്, ഉക്രൈൻ്റെ തലസ്ഥാനത്തിലേക്ക്, അതിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്ക് റഷ്യ നടത്തിയ ആക്രമണം പരിശോധിക്കുകയാണെങ്കിൽ ഒരു ആണവായുധാക്രമണത്തിൻ്റെ തോതിലേക്ക് അത് വന്നിരിക്കുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തുകയാണ്. വലിയ പ്രകമ്പനങ്ങൾ, ഭൂമി തകരുമാറുള്ള പ്രകമ്പനങ്ങൾ, ഭൂമി പിളരുന്ന തരത്തിലുള്ള പ്രകമ്പനങ്ങൾ, ഇതൊക്കെയാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തെ അതീവ ഗൗരവത്തോടെ കാണുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഫ്രാൻസും അടക്കമുള്ള മറ്റ് രാജ്യങ്ങളും. ഇത് യൂറോപ്പിൻ്റെ മൊത്തം ഭാവിയെ ബാധിക്കും, യൂറോപ്പിലെ ഊർജ മേഖലയെ ബാധിക്കും, യൂറോപ്പിനെ ആകെ ഇരുട്ടിലാക്കും. കീവിലെ, ഉക്രൈനിലെ പ്രധാനപ്പെട്ട ഊർജ പ്ലാന്റുകളെ റഷ്യൻ സേന ലക്ഷ്യം വച്ചിരുന്നു. നേരത്തെ റഷ്യയുടെ ഹൃദയത്തിന് നൽകിയ മുറിവിനുള്ള പ്രതികാരമാണ് ഈ ആക്രമണമെന്നാണ് റഷ്യ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. റഷ്യയുടെ സെക്യൂരിറ്റി ക്യാബിനറ്റ് അടിയന്തരമായി ചേർന്നു. ഈ ആക്രമണം റഷ്യ കൃത്യമായി തന്നെ നടത്തിയതാണ് എന്ന് റഷ്യ സ്ഥിരീകരിച്ചിരിക്കുന്നു. റഷ്യയിലെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. വാർത്താ സമ്മേളനത്തിൽ ഈ ആക്രമണം റഷ്യ നടത്തിയതാണെന്നും ആക്രമണം വളരെ വലിയ വിജയമായിരുന്നു എന്നും ഉക്രൈന് സാരമായ തിരിച്ചടി നൽകാൻ ഈ ആക്രമണത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കി. 100 കണക്കിന് ഉക്രൈൻ സൈനിക വാഹനങ്ങൾ, നിരവധി സൈനിക കേന്ദ്രങ്ങൾ, തന്ത്രപ്രധാനമായ സൈനിക രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഇടങ്ങൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, വൻ ആയുധ ശേഖരം, ഉക്രൈൻ്റെ ഫൈറ്റർ ജെറ്റുകളടക്കം ഉക്രൈൻ്റെ പ്രധാനപ്പെട്ട ആയുധങ്ങളെയും പ്രധാനപ്പെട്ട സൈനിക വാഹനങ്ങളെയുമാണ് ഈ ആക്രമണത്തിലൂടെ റഷ്യ ലക്ഷ്യമിട്ടതെങ്കിൽ കീവിൻ്റെ പരിസര പ്രദേശങ്ങളിലുമുള്ള സൈനിക താവളങ്ങൾ കൂടി ഈ ആക്രമണത്തിൽ തകർത്തു. ആ ആക്രമണത്തിലൂടെയാണ് ഇപ്പോൾ 1500ഓളം വരുന്ന ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടതെന്ന വിവരം പുറത്തു വരുന്നു. സൗത്ത് ഉക്രൈൻ്റെ തെക്കൻ ഭാഗത്ത് മാത്രം നടത്തിയ ആക്രമണത്തിൽ 446 ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും മാരകമായ ആക്രമണം, ഉക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും ശക്തമായ തിരിച്ചടി ഉക്രൈൻ ഉണ്ടായിരിക്കുന്നു. റഷ്യയുടെ അതിമാരകമായ ഡെഡ്ലി അറ്റാക്ക് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ആക്രമണം. റഷ്യ പതുങ്ങിയിരിക്കുകയായിരുന്നു. ഉക്രൈൻ്റെ ഭാഗത്തു നിന്ന് ഡ്രോൺ ആക്രമണം നിരന്തരമായി ഉണ്ടാവുകയാണ്. ഉക്രൈൻ്റെ സൂയിസൈഡ് ഡ്രോണുകൾ, ആ ഡ്രോണുകൾ അതീവ ശക്തിയേറിയതാണ്. ആ ഡ്രോണുകളെ കൃത്യമായൊന്നും പ്രതിരോധിക്കാൻ റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിയുന്നില്ല. അതുമാത്രവുമല്ല, ഈ ഡ്രോണുകളെ പക്ഷികളായി തെറ്റിദ്ധരിക്കുന്നു വ്യോമ പ്രതിരോധ സംവിധാനം. ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് റഷ്യയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, മോസ്കോയ്ക്ക് സമീപമുള്ള കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഉക്രൈൻ്റെ ആക്രമണം കൃത്യമായി മുന്നേറുകയാണ്.
ആ സാഹചര്യത്തിൽ ഒരു ബാലിസ്റ്റിക് മിസൈലിനെ പ്രയോഗിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ റഷ്യയ്ക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഉക്രൈൻ്റെ ഈ സൂയിസൈഡ് ഡ്രോണിന് കഴിഞ്ഞിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുൻപാണ് റഷ്യയിലെ പ്രധാനപ്പെട്ട മോസ്കോയ്ക്ക് സമീപമുള്ള അമ്പരചുംബികളായ 2 കെട്ടിടങ്ങളിലേക്ക് ഉക്രൈൻ്റെ ഡ്രോണുകൾ ഇടിച്ചിറങ്ങിയത്. 30, 40, 50 കിലോ സ്ഫോടക വസ്തുക്കളെയും വഹിച്ചു കൊണ്ടുപോകാൻ ശേഷിയുള്ള ആളില്ലാ വിമാനങ്ങൾക്ക് സമാനമായ ഡ്രോണുകൾ. ആ ഡ്രോണുകൾ അതിവേഗം പറന്നു ചെന്ന് ഈ ബഹുനില മന്ദിരങ്ങളിൽ ഇടിക്കുന്ന ദൃശ്യവും അതിനുശേഷം ഉണ്ടാകുന്ന സ്ഫോടനങ്ങളും നമ്മളെല്ലാം കണ്ടതാണ്. റഷ്യയെ ഞെട്ടിച്ച ഒരു ആക്രമണമായിരുന്നു. കാരണം റഷ്യ ഒരിക്കലും ഇത്തരം ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല. അതിന് പിന്നാലെ ഉക്രൈൻ ഡ്രോണുകൾ നിരവധി എണ്ണം റഷ്യയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. റഷ്യയുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്ന ഒരു ആക്രമണമായിരുന്നു. അപ്പോൾ ഈ ഉക്രൈൻ ഡ്രോണിൽ നിന്ന്, സൂയിസൈഡ് ഡ്രോണിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിൻ്റെ ഒരു സഞ്ചാര പാതയിൽ നിന്ന്, അതിൻ്റെ ഈ ചാരക്കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ റഷ്യ മെനഞ്ഞു. അതിനുവേണ്ടി റഷ്യ ഇലക്ട്രിക് സ്കൂട്ടറുകൾ കൃത്യമായി സംവിധാനം ചെയ്തു. അതുപോലെ ചെറുകിട വാഹനങ്ങൾ സംവിധാനം ചെയ്തു. അവയിൽ ഡമ്മി സൈനികരെ സജ്ജരാക്കിക്കൊണ്ട് ആ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡ്രോണുകളുടെ ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമിച്ചു. അങ്ങനെ ഡ്രോണുകളെ ഒരു പരിധിവരെ അവർ പ്രതിരോധിച്ച ശേഷമാണ് ഉക്രൈനിലേക്ക് അതിമാരകമായ ആക്രമണത്തിന് തയ്യാറെടുത്തത്. കഴിഞ്ഞ രാത്രി മുതൽ നടത്തിയ മാരകമായ ആക്രമണത്തിൽ ഉക്രൈനിൽ വലിയ നാശനഷ്ടങ്ങളാണ് റഷ്യൻ സേന വരുത്തിയത്. ഡെഡ്ലിയസ്റ്റ് അറ്റാക്ക്, 24 മണിക്കൂർ നീണ്ട ഏറ്റവും മാരകമായ അറ്റാക്കാണ് റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്തകൾ നൽകുന്നു. ഉക്രൈൻ്റെ ഊർജ പ്ലാന്റുകളെ ലക്ഷ്യമിട്ടു, ഉക്രൈനിലെ സൈനിക ക്യാമ്പുകളെ ലക്ഷ്യമിട്ടു. രാത്രി ഉറങ്ങിക്കിടന്ന ഉക്രൈൻ സേനയ്ക്ക് നേരെയായിരുന്നു ആക്രമണം. ഉറക്കത്തിലായിരുന്ന ഉക്രൈൻ സൈനികരാണ് ഈ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഏറ്റവും മാരകമായ ആക്രമണം. ഇനി ഉക്രൈൻ്റെ ഭാഗത്തുനിന്നുള്ള തിരിച്ചടി എപ്പോഴുണ്ടാകുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. നേരത്തെ ഡിസംബർ മാസത്തിന് പിന്നാലെയാണ് ഉക്രൈൻ റഷ്യ യുദ്ധം കൂടുതൽ മാരകമായത്. അതുവരെ ഉക്രൈന് നൽകാമെന്നേറ്റ ബാലിസ്റ്റിക് മിസൈൽ അമേരിക്കൻ ഭരണകൂടം തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു. ഡിസംബർ ആദ്യവാരമാണ് ബാലിസ്റ്റിക് മിസൈൽ ഉക്രൈന് നൽകാനുള്ള തീരുമാനം ജോ ബൈഡൻ ഭരണകൂടം സ്വീകരിച്ചത്. ആ മിസൈലുകൾ ലഭിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ മാരകമായ ആക്രമണമാണ് റഷ്യയിലേക്ക് ഉക്രൈൻ നടത്തിയത്. റഷ്യയുടെ വിവിധ പ്രദേശങ്ങൾ, വിവിധ മേഖലകളിലൊക്കെ തന്നെ ഉക്രൈൻ്റെ വളരെ ഗുരുതരമായ ആക്രമണം ഉണ്ടായി. 100 കണക്കിന് റഷ്യ സൈനികരും റഷ്യൻ സിവിലിയന്മാരും കൊല്ലപ്പെട്ടു. ഇതിന് പിന്നാലെ വീണ്ടും ആക്രമണം രൂക്ഷമാകുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഉക്രൈനിലേക്ക് റഷ്യ ആണവായുധം പ്രയോഗിച്ചോ എന്നൊരു സംശയമാണ് ഉയരുന്നത്. അത്രത്തോളം വലിയ ആക്രമണം, ഭൂമി പിളരുന്ന പ്രകമ്പനം, ഭൂമി കുലുക്കത്തിന് സമാനമായ ആക്രമണം, ഏതെങ്കിലും തരത്തിലുള്ള അതിമാരക പ്രഹരശേഷിയുള്ള ആയുധമായിരിക്കാം റഷ്യ ഉപയോഗിച്ചത്. റഷ്യ ഉപയോഗിച്ച ആയുധം ഏത് എന്ന ചർച്ചകൾ ലോകത്ത് നടക്കുന്നു. ഭയപ്പാടോടെ നീങ്ങുകയാണ് ലോകം. അമേരിക്ക നൽകിയ ആണവായുധം ഉക്രൈൻ്റെ പക്കലുണ്ട്. ആ ആണവായുധം ഉക്രൈൻ തിരികെ പ്രയോഗിക്കുമോ? ഇനി അതാണ് കാത്തിരുന്ന് കാണേണ്ടത്. സെലൻസ്കിയുടെ തീരുമാനം എന്ത്? അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുമ്പോൾ ലോകത്തെ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം വലിയ കാലം നീണ്ടുപോകില്ല എന്ന് ഏവരും കരുതിയിരുന്നതാണ്. ട്രംപിൻ്റെ സുഹൃത്തുക്കളാണ് സെലൻസ്കിയും അതുപോലെ പുടിനും. അതേസമയം ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് ഉക്രൈനെ തീർക്കാനുള്ള തീരുമാനത്തിലായിരുന്നു വ്ളാഡിമിർ പുടിൻ എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യുകയാണ്. പുടിൻ്റെ കർശനമായ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് റഷ്യൻ സേന ഉക്രൈനിലേക്ക് മാരക ആക്രമണം നടത്തിയത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം റഷ്യ ഏറ്റെടുത്തിരിക്കുന്നു. ആക്രമണം വിജയകരമാണെന്നും ഇനിയും റഷ്യയെ ആക്രമിക്കാനോ അല്ലെങ്കിൽ റഷ്യയിലേക്ക് പ്രകോപനം സൃഷ്ടിക്കാനോ ശ്രമിച്ചാൽ ഉക്രൈൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലാകുമെന്നാണ് ഇപ്പോൾ റഷ്യ നൽകിയിരിക്കുന്ന അവസാന മുന്നറിയിപ്പ്.